ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മറോറ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഷോർട്സ് വീഡിയോസ് അല്ലേ കണ്ടത്. ഇനി നമുക്കൊരു ലോങ് വീഡിയോ കണ്ടാലോ? ഈ വീഡിയോസൊക്കെ ഞാൻ കുറേ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ ഡയലോഗ് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം ഇത് എപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണെന്ന്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം എനിക്ക് തീരെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലേ ആവുന്നത്. മനസ്സിൽ വലിയ വലിയ ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് എങ്ങടാ പോണേ? അതെ, നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. വേണമെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ. ജിസാന പറയൂ. ഞങ്ങൾ മോർണിംഗത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. മോർണിംഗ് വലിയ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, 2 ക്ലാസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റത്തെ ക്ലാസ് ഫിലിം സ്റ്റഡീസ് ആണ്. ഞങ്ങൾ നേരെ ഫിലിം കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഫിലിം സ്റ്റഡീസ് എന്നുള്ള മൊഡ്യൂളിൽ മെയിനായിട്ട് ഞങ്ങൾക്ക് ഫിലിംസ് കാണാനും പിന്നെ ഫിലിംസിന്റെ കുറേ ടെക്നിക്സ് ഒക്കെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പറഞ്ഞു അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു മൂവി ഇട്ടുതരാമെന്ന് പറഞ്ഞു മിസ്. അത് കാണാൻ വേണ്ടിയിട്ട് റഷ്മോൻ നമ്മൾ എന്ത് കാണാൻ പോകുന്നു? സിനിമ കാണാൻ വേണ്ടി പോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ പറ്റൊരു കാര്യമുണ്ട്. എൻ്റെ മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപാകത നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് എന്താന്ന് വെച്ചാൽ എൻ്റെ കണ്ണിലൊരു കുരു വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ മൂവി കാണാനൊക്കെ ഇരുന്നു കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് അവിടെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ അത് കാണിക്കുകയാണ്. കുട്ടീനെ കൊടുത്തിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ശരി, ഇവളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടറിയാം അതിനൊന്ന് കൊണ്ടുവരാൻ. എന്നിട്ട് അതിന് കൊണ്ടുവന്ന ദിവസം ഞാൻ വന്നില്ല. പ്ലാൻ ക്യാൻസൽ ആവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അറ്റ് ലാസ്റ്റ് മൊമെന്റ് വരെ. പക്ഷെ ക്യാൻസൽ ആയില്ല. അപ്പം ഞങ്ങൾ നേരെ ഇവിടുന്ന് ബസ് കയറി അവിടെ പോകണം. നമ്മളെവിടെ പോകണം മോനെ? ഫുഡ് കഴിക്കാൻ എവിടെ പോകുന്നു? ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തി ഗൈസ്. ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാറില്ല. ഇന്നും ഇത് ക്യാൻസലായി പോകാനായിരുന്നു ചാൻസ് ഉണ്ടായിരുന്നത്. ബട്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തി. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ ടോട്ടൽ ഒരു 8 പേരോളം ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ഒന്നും വന്നിട്ടില്ലേ. പക്ഷെ ഉള്ളവർ തന്നെ ധാരാളമായിരുന്നു. സ്റ്റോറിനെ ഞങ്ങൾ പൊളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സ്ത്രീലു കുറച്ച് നേരം മുന്നേ എന്തൊക്കെ ഉണ്ടായത് അതൊന്ന് പറഞ്ഞേ. ഞാൻ ഒന്ന് കരഞ്ഞായിരുന്നു. കഴിക്കാൻ പോകാൻ പറ്റിയില്ല. ചെറുതായിട്ട് പ്ലാൻ ക്യാൻസലാവുമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളൊന്ന് കരഞ്ഞല്ലേ ശ്രീ. പിന്നെ ഞങ്ങളുടെ കുറേ മണ്ടത്തരങ്ങളും ബുദ്ധിയില്ലായ്മയും ഒച്ചയും വിളിയും എല്ലാം ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. വേറെ ഒരു ടേബിളിൽ നിന്നും ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ടേബിളിൽ നിന്ന് എന്തോരം സൗണ്ട് ആയിരുന്നു വെച്ചിട്ടോ. അവിടെ ഉള്ളവരെന്തായാലും ഞങ്ങളെ മറക്കില്ല. അങ്ങനെ മന്തി വന്നു ഗൈസ്. ഞങ്ങൾ കാത്തിരുന്ന് 3 വർഷം ഒരുമിച്ച് പഠിച്ചിട്ട് ഒരുപാട് വട്ടം മന്തി കഴിക്കാൻ പോവാന്ന് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും റീലുകളും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് നേരെ ചുവനൊന്ന് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. ചട്നിയാണ്. It was at this moment that he knew he fucked up. A few moments later. This is the end. മനുഷ്യരല്ലേ മാറുന്നു കുട്ട. കണക്ക് കൂട്ടി കൊടുക്കാൻ പെട്ട പാട്. പാടാണ് കണക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ലിറ്ററേച്ചർ പാടാ. അതെ, പിന്നെ കൂട്ടണ്ടല്ലോ. അതെ, കൂട്ടേണ്ട ആവശ്യമില്ല. കൂട്ടിയാലാണ് കണക്കൊക്കെ കയ്യിന്ന് പോണത്. നിങ്ങൾ ഈ പാമ്പ് കടിച്ചതിന് ഇടിവെട്ടാന്ന് കേട്ടിട്ടുണ്ടോ? അതാണിപ്പോൾ എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. കണ്ണിൽ കുരു വരാനുള്ളത് വന്നു, കണ്ണിൻ്റെ അടിയിൽ നിന്നിട്ട് പോയിട്ട് വേറെ ഒരു പിമ്പിൾ വന്നിക്കോ. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം തിരിച്ചു പോയി. ഞാൻ നേരെ തിരിച്ച് കോളേജിലേക്ക് തന്നെ വന്നു കേട്ടോ.
ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ലേ. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കണ്ടുപോയത് എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൻ്റെ പേര് രജിൻ എന്നാണ്. ഇവനൊരു നാഷണൽ ചാമ്പ്യൻ ആണ് ഗൈസ്. ആക്ച്വലി ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഈ ഒരു ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തില്ലേ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എടുത്തു വെക്കുന്നത്. നോമ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഫെബ്രുവരി സംതിങ്ങിനല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. खत्म, बाय बाय, टाटा, गुड बाय, गया.